ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നോമ്പുതുറ വിഭവമാണ്. വളരെ ഈസി ആയിട്ട് എണ്ണയിലൊന്നും പൊരിച്ച് കോരാത്ത നല്ല വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ ഒരു വിഭവം ഞാൻ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എനിക്ക് തോന്നുന്നു പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോമ്പുതുറ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയായിരുന്നു. അപ്പോൾ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് പോയി നോക്കുക. ഞാൻ ചെയ്തിട്ടുള്ള മറ്റു റെസിപ്പീസൊക്കെ പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. പാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഏതാச்சுം യൂസ് ചെയ്യുക. അതിലോട്ട് 2 ഉള്ളി ഇടുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 ഉള്ളി മതി, വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളി 4 പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിലോട്ട് ഒരു 350 ഗ്രാം 300 to 350 ഗ്രാം ചിക്കൻ ഉണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. ചിക്കൻ്റെ അളവ് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. 300-350 ഗ്രാം തന്നെ എടുക്കണം എന്നല്ല. മറ്റുള്ള വെജിറ്റബിൾസ് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് കൂടുതൽ അളവിലെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു സ്പൈസസിൻ്റെ ഒക്കെ സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒന്ന് കുക്കാകുന്ന വരെ മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ചിക്കന് പകരം വേറെ ഫിഷോ ബീഫോ എന്താ വേണ്ടതെന്ന് വെച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് സമയം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലുണ്ടല്ലോ കെച്ചപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ചേർത്താലും മതി. അപ്പോൾ ഇതിലോട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ഞാൻ ക്യാപ്സിക്കം 2 കളറാണ് എടുത്തിട്ടുള്ളത്, ഗ്രീനും അതുപോലെ തന്നെ റെഡും. രണ്ടും ഹാഫ് സൈസിലായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താ വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കോൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുൻപ് പാലക്കിൻ്റെ ഇലക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കുക കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം ഇതിലോട്ട് ഇനി ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. അതൊരു 1/2 കപ്പ് അളവിൽ കുക്കിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. കുക്കിംഗ് ക്രീം ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സമയം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ആ ക്രീമൊക്കെ ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിനി ഫില്ലിങ്സിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ബ്രെഡിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ബ്രെഡ് എടുക്കാൻ നോക്കുക, പൊട്ടിപ്പോകാത്ത രീതിയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഏറ്റവും മാക്സിമം സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചില ബ്രെഡ് പെട്ടെന്ന് നമ്മളിതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. ബ്രെഡ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആവി ഒഴിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ മാക്സിമം അതിന് കിട്ടാവുന്ന മാക്സിമം സൈസിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക. അത്യാവശ്യം വലിയ സൈസിലുള്ള ബ്രെഡ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണോ എനിക്കറിയില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഏകദേശം ഇതുപോലത്തെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ലെയറായിട്ട് കൊടുത്തിട്ട് ബെഷാമൽ സോസ് വെച്ച് ചെയ്തിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ഹാഫ് മൂണിൻ്റെ ഒരു ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനൊരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്യാൻ നേരത്തെ ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ എഡ്ജിലായിട്ട് മൈദപ്പൊടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒട്ടി കിടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫില്ലിങ് മാക്സിമം നിറക്കാണ്ടിരിക്കുക, ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഏകദേശം പാകത്തിനനുസരിച്ച് മടക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഓവറാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഫ്രൈ ചെയ്ക്കുന്ന സമയത്ത് പുറത്ത് ഫില്ലിങ്സ് എണ്ണയുടെ ചൂടട്ടി പുറത്ത് പോകുന്നുള്ള പേടിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിന്. അത്യാവശ്യം നല്ല ഫില്ലിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് എഡ്ജൊക്കെ ഒരുപാട് പോകും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതല്ല നമുക്ക് ലെയറായിട്ടും വെക്കാം കേട്ടോ. ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലെയറായിട്ട് വെക്കുക.
അപ്പോൾ ഇത് കുറേ കട്ട് ചെയ്ത് പോകുമല്ലോ എന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെയറായിട്ട് തന്നെ വെക്കാം. അത് ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട്, കുറേ മുന്നത്തെ വീഡിയോ ആണ്, ഒരു പഴയ വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുള്ളൂ ഒക്കെ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ജസ്റ്റ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സോസാണ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇത് കെച്ചപ്പും മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സോസാട്ടോ. അപ്പോൾ അത് സോസ് എല്ലാ ഭാഗത്തും വാങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ആക്കുന്നുള്ളൂ കേട്ടോ സോസ്, അടിയിലൊന്നുമില്ല. ആ മുകളിൽ കാണുന്ന ഭാഗത്ത് മാത്രമേ സോസ് ആക്കുന്നുള്ളൂ. അപ്പോൾ അത് സോസ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുസ്റല്ല ചീസ് മുകളിലോട്ട് വെക്കുന്നുണ്ട്. ചീസ് എല്ലാ ഭാഗത്തും കവറാകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു വൃത്തിയില്ലാണ്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നാമത് സമയം ഒരുപാട് ലൈറ്റായിട്ടാണ് കിച്ചണിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ എല്ലാത്തും അതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, 2 കളറിലുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒലിവ്സും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ അതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ചീസൊന്ന് മെൽറ്റായി എടുക്കണം, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതായത് ചീസ് മെൽറ്റാകുന്ന വരെ ജസ്റ്റ് ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ലെയറായിട്ട് ചെയ്യുന്ന നേരത്തെ ചെയ്തിട്ടുള്ള റെസിപ്പീസിൽ ഓവനില്ലാതെ പാനിൽ വെച്ചിട്ടാണ് നമ്മളന്ന് ചീസ് മെൽറ്റാക്കിയിട്ടത്, പഴയ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് ഓവനിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല അടിപൊളി റെസിപ്പിയാണ്. ചീസൊക്കെ മെൽറ്റായി നല്ല സോസി ആയിട്ടുള്ള ഉള്ളിലെല്ലാം ക്രീമി ചിക്കൻ്റെ ഫില്ലിങ്സ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇതിന് മുൻപും ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.